ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു മുരിങ്ങ ഇല കറി. അതെങ്ങനെയാ അറിയോ? വളരെ സിമ്പിളും ടേസ്റ്റുമായിട്ട് കഞ്ഞിയുടെ വെള്ളം ഉപയോഗിച്ചിട്ട്. ഞാനിത് മുമ്പ് ഒരിക്കൽ ഇട്ടിട്ടുണ്ട്, അതാരും കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഇട്ടളയാ. എനിക്ക് ഈ മുരിങ്ങ ഇല കഞ്ഞിയുടെ വെള്ളത്തിലെ കറി വളരെ ടേസ്റ്റാണ്, വളരെ ആരോഗ്യകരമാണ്. മുരിങ്ങയുടെ ഇല ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടതിൻ്റെ ഒരാവശ്യമില്ല. അത്രയും ബി പിക്ക് ഏറ്റവും നല്ലതാണെന്നാണ് പറയണത്. ഇപ്പോൾ മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ടും ഒക്കെ ദൂര രാജ്യത്തേക്ക് കൊണ്ടുപോകണു, പിന്നെ ചോറിലിട്ട് കഴിക്കണു, മുരിങ്ങയില സമന്തി ഉണ്ടാക്കണു, അങ്ങനെ പല 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 ഐറ്റംസ് വെച്ചിട്ട്. പിന്നെ എല്ലാവരുടെ വീട്ടിലും ഈ ഫ്ലാറ്റിലിരിക്കുന്നവർക്കാണല്ലോ ബുദ്ധിമുട്ട് മുരിങ്ങയില കിട്ടാൻ. അതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ഒരു മുരിങ്ങയില കറി പരിചയപ്പെടാൻ. വളരെ സിമ്പിൾ, 5 മിനിറ്റ് കൊണ്ട് ചോറിൻ്റെ പ്ലേറ്റിൽ വിളമ്പിയ ശേഷം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കാറ്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് വളരെയധികം ടേസ്റ്റ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലിപ്പോൾ എന്തോ ഒരു സാധനം ഇതിൻ്റെ ഇടയിൽ വീണു എനിക്ക്. അപ്പോൾ അതിനെ ഒന്ന് എനിക്ക് എടുത്ത് കളയണം. ഈ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യണമെന്ന് കണ്ടോളൂ. ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ. ഇനി ഈ വെളിച്ചെണ്ണയുടെ എനിക്ക് ഞാൻ എന്താ ചെയ്യണത്? വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി നമുക്ക് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെളുത്തുള്ളിയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 5 വലിയ വെളുത്തുള്ളിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ മണം ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനിങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒരു നല്ല മണം വന്നിട്ട് സോട്ട് ചെയ്യാം. ഒന്നും ഇതിൽ വളരെ വിശേഷമായിട്ടൊന്നും ചേർക്കാനില്ല. ഇപ്പോൾ ഈ വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് ചേർക്കുകയാണ്. ഈ പച്ചമുളക് ഒന്ന് നന്നായി സോട്ടായി വന്നപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഇതിലേക്ക് നല്ലത്. ഞാൻ ഒരു 10 ചെറിയ ഉള്ളി കേട്ടോ, 10 എണ്ണം. ഈ ഉള്ളിയുടെയൊക്കെ മണമാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഒരു 10 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് കണ്ടോളൂ. 10 ചെറിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നന്നായി സോട്ട് ചെയ്യുക. അത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു മണമാണ്. അതുകൊണ്ടാണ് ഞാനത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നിങ്ങനെ നന്നായി സോട്ടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഇതിപ്പോൾ നന്നായി സോട്ടായി വന്നു, നല്ലൊരു പിങ്കിഷ് കളർ. അപ്പം ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചു. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം. ഏത് കഞ്ഞിയുടെ വെള്ളം നിങ്ങളുടെ ആവശ്യാനുസരണം ഒഴിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഇത് ചുവന്ന അരിയുടെ കഞ്ഞിയുടെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കണേ ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും കുറച്ചുകൂടി ആഡ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 2 കപ്പ്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് കൊഴുക്കാൻ പാടില്ല കേട്ടോ. മുരിങ്ങ ഇതിലേക്കാണ് ഞാൻ മുരിങ്ങയുടെ ഇല ഇടുക. തിളയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കറി. ഇത് ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഗുണം അറിയാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ നന്നായിട്ട് പാകത്തിന് ചേർക്കുക. ഇപ്പം എൻ്റെ കഞ്ഞിയുടെ വെള്ളം തിളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ സമയത്ത് ഞാൻ നല്ലോണം കഴുകി വെച്ച മുരിങ്ങയുടെ ഇല ഇതാ കണ്ടോളൂ. ഒരു നല്ല ഒരു പിടി ഇതാ ഇങ്ങനെ ഹാൻഡ്ഫുൾ ഇതിലിടുക. മുരിങ്ങയുടെ ഇല എത്ര ചേർത്തു എന്ന് നമ്മുടെ ഇഷ്ടമാതിരി ചേർക്കാം. പക്ഷെ ഞാനിത് ഒരു കഷ്ടിച്ചൊരു 2 ആൾക്ക് കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് വേവണം. ഈ കഞ്ഞിയുടെ വെള്ളത്തിൽ കിടന്ന് വേവുമ്പോൾ ആ മുരിങ്ങയുടെ ഇലയ്ക്ക് അതിഭയങ്കരമായ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വേവട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായി വെന്തു.
മുരിങ്ങയുടെ ഇല നന്നായി വേവണം, അല്ലെങ്കിൽ അത് നമുക്ക് ഇൻഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് നന്നായി ഇതിൽ തിളച്ച് കിടന്ന് വെന്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ആയതിന് ശേഷം ഫൈനലായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് കാണിക്കാം. ഞാനിതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്, ഒരു തുള്ളി കേട്ടോ, ഒരു മണത്തിന്. ഒരു മണത്തിന് ഒരു ഡ്രോപ്പ് കഴിഞ്ഞു. വെളിച്ചെണ്ണയെ ഒഴിച്ചു, ഒരു ലേശം വെളുത്തുള്ളിയുടെ പൊടി ഇതും ഇങ്ങനെ ഇട്ടിട്ട് ഞാനിതിനെ ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ച് വയ്ക്കുക. പോരാം. ഇപ്പോൾ ഇതിനെ ഞാനൊന്ന് അടച്ച് വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഞാൻ ആ കറി തുറന്ന് പാത്രത്തിലാക്കി ഞാനെടുത്ത വീഡിയോ പോയി. എൻ്റെ ഡിഷിലേക്ക് ആ കറീനെ ഒഴിച്ച് കാണിച്ച ആ വീഡിയോ പോയി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എന്നോട് എല്ലാവരും ചെയ്തു നോക്കുക. കറിയുടെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. അവസാനം പാത്രത്തിൽ ഒഴിക്കുന്ന ഭാഗം മാത്രമേ ഞാൻ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ആൻഡ് സോറി ഫോർ ദാറ്റ്. സോ അടുത്ത നല്ലൊരു വീഡിയോ കാണും വരെ, ബൈ ഫ്രം സുലൈമാന.